ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്. മറ്റന്നാൾ 13-ാം തീയതി വിശുദ്ധ അന്തോണിസ് പുണ്യാളൻ്റെ തിരുനാളാണ്. ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി കണക്കാക്കുന്ന അനുഭവിച്ചറിഞ്ഞ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ്. എൻ്റെ ചരിത്രം അന്തോണീസിനോട് ഭക്തി, ഞാൻ പല പള്ളിയിൽ ഇരുന്നൊക്കെ സെൻറ്റ് ആൻ്റണീസ് തന്നെയാണ്. ഒരു പള്ളി സെൻറ്റ് മേരീസ് ആണെങ്കിൽ അവിടെ റോഡ് സൈഡിൽ കപ്പളയുടെ അത്താണിപ്പള്ളി തൃശ്ശൂർ, മറ്റേ ചിറക്കൽ അന്തോണീസ് പുണ്യാളനാണ്. താൽക്കോട്ടുകാരൊക്കെ മറ്റേ ശബരിയാരി പുണ്യാളനാണ്. പക്ഷേ എല്ലായിടത്തും ഞാൻ അന്തോണീസിനോട് പ്രാർത്ഥന നടത്താറുണ്ട്. പ്രത്യേകിച്ച് 83-ലാണ് ആ ഭക്തിക്ക് ആഴം കൂടിയത്. ഞാൻ 33-ാം വയസ്സിൽ തൃശ്ശൂർ രൂപതയിൽ ആദ്യമായിട്ട് രൂപത വൈദികരായിട്ട് ഞാനും മറശ്ശേരി അച്ഛനും വെസ്റ്റ് ആഫ്രിക്കയുടെ പടിഞ്ഞാററ്റത്തുള്ള ഒരു കൊച്ചു രാജ്യമായ സിറോലിയോളിലേക്ക് പോവുകയാണ്. ആ സമയത്തിന് മുമ്പ് എൻ്റെ അമ്മച്ചിക്ക് തൊണ്ടയിൽ എന്തൊരു പാട് കണ്ടു. അത് നാട്ടിലത്തെ ഡോക്ടർ പറഞ്ഞു അത് ക്യാൻസറാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞു അവിടെ ക്യാൻസറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംശയം തീർക്കാനായിട്ട് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പം നമ്മുടെ അമലയിലേക്ക് വിട്ടേക്കല്ലേ. അന്ന് അമല ഒരു മുറിവൈദ്യന്മാരുടെ ആസ്പത്രിയായിരുന്നു അന്ന് 82-83-ലൊക്കെ. കാരണം കുത്തിവയ്ക്കാൻ ഡോക്ടർമാർക്ക് പോലും അറിയില്ല, ഒക്കെ ഇഞ്ചക്ഷനാണ്. ഞാൻ ചൊവ്വന്നൂർ പള്ളിയുന്ന കാര്യമാണ്. ഇപ്പോഴൊക്കെ വളരെ മനോഹരമായ നല്ല മിടുമിടുക്കുള്ള അച്ഛന്മാരും ഡയറക്ടർമാരും സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് അതല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി ക്യാൻസറാണെന്ന് കണ്ടാൽ നേരെ തിരുവനന്തപുരം RCCയിൽ കൊണ്ടുപോവുക, ക്യാൻസർ ഹോസ്പിറ്റലിൽ. അപ്പോൾ അപ്പൻ കുട്ടികളൊക്കെ താഴെയുള്ളവരെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് കൊണ്ടുപോയില്ല. നേരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഞാൻ ഇവിടുന്ന് വിടുകയും ചെയ്തു. ആ മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയി. പിന്നാലെ അപ്പൻ അമ്മച്ചി അവിടെ കൊണ്ടുപോയിപ്പോൾ എൻഡോസ്കോപ്പി നടത്തിയതാണ്. ആ ENT-കാർ തല്ലിപ്പൊളി ചെറുക്കാൻ അത് ആ ഇസോബഗസ് അങ്ങ് മുറിഞ്ഞു. അവനറിയാണ്ട് ചെയ്തായിരിക്കണം. എന്നിട്ട് അവൻ വാദിക്കുകയായിരുന്നു എൻ്റെ അളിയനോട്. അതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പിന്നീട് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞ് അമ്മച്ചീനെ അവിടുന്ന് തള്ളി വിട്ടു. കൊളരിക്കര പള്ളിയുടെ മുമ്പിലുള്ള ചന്ദ്രമതിയിലേക്ക് വിട്ടു. അവിടുത്തെ മഹാന്മാരും പറഞ്ഞില്ല. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് അമ്മയുടെ മൂക്കിൽ നിന്നും വായുന്നൊക്കെ പുഴുക്കൾ വന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പെങ്ങന്മാർ പറഞ്ഞ കഥയാണ്. അത് കഴിഞ്ഞപ്പോൾ കുണ്ടോളം പിതാവിന് അന്ന് പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ, എനിക്ക് തോന്നുന്നു. പിതാവ് പോയിട്ട് അമ്മയെ കാണുകയും ആസ്വദിക്കുകയും ചെയ്തു. വികാജനലായിരുന്നപ്പോൾ ചിറ്റലപ്പള്ളി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് പുള്ളിയാർക്ക് സൂചിപ്പിച്ചതിനോട് എന്താവട്ടെ, പിന്നീട് അത് മെത്രാനൊക്കെ. അപ്പോൾ ആ സമയത്ത് അവസാന കയ്യിന് എൻ്റെ അളിയൻ അമ്മച്ചീനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാണ്. ഇതാണ് ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പൻ ടെലഗ്രാം അടിച്ചു, അമ്മ സീരിയസ് ആണെന്ന് പറഞ്ഞ് എനിക്ക് വരാൻ ഒത്തില്ല. ഞാൻ അമ്മ ഭരിച്ചാൽ കാണാൻ പോലെ എളുപ്പമൊന്നുമില്ല. അന്ന് 2 ആഴ്ചയ്ക്ക് ഒരു ഫ്ലൈറ്റ് കൂടെ എത്താൻ. അപ്പോൾ അങ്ങനെ ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കലാണ്. നമ്മുടെ എൻ്റെ കൂട്ടുകാരനും നാട്ടുകാരനും വീട്ടുകാരനും ഒക്കെ ആയിരുന്ന സെൻറ്റ് തോമസിലെ പ്രൊഫസറായിരുന്ന ആൻ്റണി പുറത്തൂർ അച്ഛൻ എനിക്ക് ഒരു എയർമെയിൽ ലെറ്റർ അയക്കാം. ആ ലെറ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നി, നിക്കോളാസ് നീ വരണം, അമ്മ മരിച്ചുകൊണ്ടിരിക്കും, ഗെറ്റ് ദ ബ്ലെസ്സിങ് എന്നാണ് അച്ഛൻ എഴുതിയത് എനിക്ക്. അപ്പം ഞാൻ പുറപ്പെട്ടോടെ വരുന്നു, ഡൽഹിയിൽ ഇറങ്ങി. അപ്പോൾ അവിടെ എൻ്റെ അളിയൻ പറഞ്ഞു, സാരമില്ല, അമ്മച്ചി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു കസിൻ ബ്രദറുണ്ട്, ജോസ് പി വർഗീസേട്ടൻ അച്ഛൻ, പിന്നെ വക്കീൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു അമലയ്ക്ക്. അത് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് തൃശ്ശൂർ വന്ന് ഇറങ്ങി. പള്ളിയിൽ കാഞ്ഞാണി പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് എൻ്റെ സാധനമൊക്കെ ഇട്ട് ഉടുപ്പിട്ട് നേരെ മെഡിക്കൽ ട്രെയിനിൽ പോവുകയാണ് തിരുവനന്തപുരത്ത്. വൈകുന്നേരം ചെന്നപ്പോൾ അവിടെ ചെന്നു, അമ്മച്ചിയെ കണ്ടു. എല്ലും കോലായി അവിടെ ഇവിടെയൊക്കെ കുത്തി പൊളിച്ചിട്ടിരിക്കുക, മുറിവുകളുണ്ട് മുറിവുകൾ. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ കോളം പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അവിടെ നിന്നുകൊണ്ട് രാവിലെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോണ്ട് വറി, ആ പുറത്തുള്ള മുറിവുകളൊക്കെ പശു വരുന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല, അത് ഞാൻ ഉള്ളിലുണ്ടായിരുന്ന അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടി കുത്തി വലിച്ചെടുത്താണ് ഫാദർ എന്നോട് പറഞ്ഞു. നല്ലൊരു മേനോൻ ഡോക്ടറായിരുന്നു അയാൾ, ഒരു മേനോൻ. അപ്പോൾ അതിന് കാണിച്ച് കുറേ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ക്ലിയറാണ്, നോ പ്രോബ്ലം, യു ക്യാൻ ടേക്ക് എ ഹോം ബൈ ട്രെയിൻ എന്നും കൂടി പറഞ്ഞു. ട്രെയിനിൽ കൊണ്ടുപോയിക്കോളം പറഞ്ഞു. ഞാൻ കൊണ്ടുവരുന്നു. വൈകുന്നേരം എത്തിയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അപ്പനോട് പറഞ്ഞു, അപ്പോൾ ആ പേപ്പർ തായോ. അപ്പോഴാണ് അറിയണേ, ആ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴാണ് ആ ചന്ദ്രമതി അമ്മയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയത്. ഈസോഫാഗസ് മുറിഞ്ഞു പോയിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അഴുക്കുകളൊക്കെ ചെന്ന് പെട്ടെന്നാണ് അന്ന് കിട്ടിയ അറിയിപ്പ്. ഞാൻ അതിൻ്റെ കോപ്പിയെ കണ്ടു. അപ്പോൾ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അപ്പൻ സമ്മതിച്ചില്ല.
വേണ്ട മോനെ എന്ന് പറഞ്ഞു. എന്താ പറ്റിയ അച്ഛാ? അപ്പം അച്ഛാ ഞാൻ അന്തോണിസ്മാൻ്റെ കൃപ കൊണ്ട് അമ്മ സുഖമായതാണ്, നിൻ്റെ അമ്മ സുഖമായതാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമായി. അപ്പോൾ അന്ന് കോട്ടപ്പുറം പാലം ഉണ്ടോയെന്ന് തോന്നണില്ല. അപ്പോൾ എങ്കിലും കോട്ടപ്പുറത്ത് ബസ്സിന് പോകുന്നു, രാവിലെ എഴുന്നേറ്റ് പോകുന്നു, അവിടുന്ന് കടത്ത് കടക്കുന്നു, അവിടുന്ന് നടന്ന് പോവുകയാണ് എവിടേക്ക്? ചെട്ടിക്കാട് അന്തോണിസ്മാൻ്റെ പള്ളിയിലേക്ക്. 14 ചൊവ്വാഴ്ചകൾ ഞാൻ പോകാം എന്ന് പറഞ്ഞ് അപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടയിലാണ് തീർത്ഥയാത്ര തുടങ്ങിയ വാഗ്ദാനം നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ, പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് അസുഖങ്ങൾ മാറി വീട്ടിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ, അന്തോണിസ്മാനാണ് നിൻ്റെ അമ്മയെ തന്നത്, ഇനി നീ കേസൊന്നും കൊടുക്കേണ്ട പറയും. ഞാൻ തൃശ്ശൂർ ഡൽഹിയിലെ ജോസനോട് പറഞ്ഞു, ജോസേട്ടാ കേസ് കൊടുക്കണില്ല, നമുക്ക് വിട്ട് കളയാം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അന്തോണിസ്മാൻ എൻ്റെ വീടിൻ്റെ മധ്യസ്ഥനായി, പ്രത്യേക മധ്യസ്ഥനായി. എൻ്റെ മൂത്ത പെങ്ങളും മക്കനൊക്കെ അന്തോണിസ്മാനോട് പറ്റിയുള്ളവരാണ് എല്ലാവരും. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ബുക്കിലും മൂലയിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ രാജ്യങ്ങളിലൊക്കെ അന്തോണിസ്മാൻ വളരെ ഫേമസ് ആണ്. ഫേമസ് ആയതിൻ്റെ കാരണം ദൈവസന്നിധിയിൽ ഏറ്റവും അത്ഭുതം പ്രവർത്തിക്കാൻ വരം ലഭിച്ചവനാണ്. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, അന്തോണിസ്മാനല്ല തരുന്നത്, മറിച്ച് എന്താ പറയുക, ഈശോ ആ അന്തോണിസ്മാൻ്റെ മാധ്യസ്ഥം കേൾക്കുകയാണ്. വിശുദ്ധന്മാർക്കുള്ള മാതാവ് ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധാത്മാക്കൾക്കും സ്വർഗത്തിലും മധ്യസ്ഥം വഹിക്കുവാനുള്ള വരം കിട്ടിയിട്ടുണ്ട്, അവിടെ യോഗ്യതകളനുസരിച്ച് കൊണ്ട്. അങ്ങനെയുള്ള ഒരു എളിയ ദൈവത്തിൻ്റെ ദാസനും നമ്മുടെ മഹാവിശുദ്ധനും മധ്യസ്ഥനുമാണ് വിശുദ്ധ അന്തോനീസ് എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ എൻ്റെ ചാനലൊന്നും നിങ്ങൾ കണ്ടു കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തിരുനാളിന് മുമ്പ് വീണ്ടും ഒരു സാക്ഷ്യം പറയാനായിട്ട് ചെയ്യുകയാണ്. ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എല്ലാ ഫ്ലൈറ്റുകളും ഡിലേ ആണ്, ആകെ തകരാറായി, ഫ്ലൈറ്റ് ഇല്ലാണ്ടാവും. അങ്ങനെ ഇരിക്കലാണ് ഞാൻ അന്തോണിസ്മാനോട് പറയും, സെൻറ്റ് ആൻ്റണി പ്രേ ഫോർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തൻ്റെ അതിൻ്റെ പ്രാർത്ഥനയും ചൊല്ലും. അങ്ങനെ ഇരുന്ന് എല്ലാം വൈകിയെങ്കിലും എല്ലാ ഫ്ലൈറ്റും വൈകി. ടൊറാൻഡോ വന്നപ്പോൾ പാതിരയായി. അവിടെ നല്ലൊരു ചെക്കനെ, ഒരു ഡൽഹിക്കാരൻ ചെറുപ്പക്കാരനെ ഡ്രൈവറായി കിട്ടി. അവനിവിടെ വന്ന് പാതിരയ്ക്ക് എൻ്റെ ബാഗൊക്കെ കയറ്റി വയ്ക്കാൻ സഹായിച്ചു. അപ്പോൾ അതും ചെറിയ കാര്യമാണെങ്കിലും ഇന്നലെ മിനിഞ്ഞാന്ന് അത് വലിയൊരു കാര്യമായിരുന്നു, അല്ല ഞാൻ അവിടെ തങ്ങിപ്പോയേനെ. അപ്പോൾ അതും അന്തോണിസ്മാൻ്റെ മാധ്യസ്ഥം. അതിലേറെ ഇനി ഇവിടേക്ക് വന്നാൽ പല തരത്തിലുള്ള അത്ഭുതങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ഇവിടെ അത്താണി തന്നെ ഈശോയുടെ അന്തോണിസ്മാൻ്റെ നൊവേന നടത്തുക കപ്പേളയിൽ. അപ്പോൾ അവിടെ ഒരു കേസ് വന്നു. ഒരു മെൻ്റലായിട്ടൊരു പെണ്ണ്, കല്യാണം കഴിഞ്ഞ പെണ്ണ്, അവൾക്ക് മാനസിക രോഗമാണെന്നും പറഞ്ഞ് കേരളവർമ്മ കോളേജിൻ്റെ അടുത്തുള്ള എന്താ പറയുക ഒരു ക്ലിനിക്ക്, പ്രശാന്ത് ക്ലിനിക്കിൽ ചികിത്സയാണ്. അപ്പോൾ അവിടെ അവളുടെ ഭർത്താവിൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തുണ്ട്. അയാൾ വന്ന് പറഞ്ഞു, ഞാൻ തുടങ്ങി. അപ്പോൾ നോവേന തുടങ്ങാൻ പറഞ്ഞു. 9 ദിവസം നോവേന നടത്തി. 3-ാം ദിവസം തന്നെ ആ പെണ്ണിൻ്റെ സൂക്കേടിൻ്റെ കാരണം മനസ്സിലായി. ഒരു സൈക്കോളജിയും വരാൻ ആവശ്യമില്ല, ഒരു നിസ്സാര കാരണം അത് പറയുന്നില്ല. ആ നിസ്സാര കാരണം പെണ്ണിനുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഭക്തിയുള്ള പെണ്ണ് തടിച്ച് വരികയാണ്, മരുന്ന് കഴിച്ച് കൈ പറിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവളുടെ മാനസിക പ്രശ്നം മാറി. പിന്നീട് ഭർത്താവ് വരുന്നു. ഞാൻ നമ്മുടെ JB പുത്തൂർ ചെറുക്കൻ്റെ അടുത്ത് നിന്ന് കൺഫർമേഷൻ ചെയ്യിച്ചു, ഒരു സൂക്കോടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ പെണ്ണ് പിന്നീട് ഞാൻ ചെല്ലുമ്പോൾ അവൾക്ക് 2-3 കുട്ടികളായി. അവൾ ഭംഗിയായിട്ടിരിക്കുന്നു. ആ തണിയിലല്ല, അവൾ വടക്കം ചെല്ലാണ്. അപ്പോൾ അന്നും അന്തോണിസ്മാൻ്റെ ബാധ്യസ്ഥയാണ് എന്നെ സഹായിച്ചത്. ഇനി ഇവിടെ വന്ന് പള്ളികളൊക്കെ വിട്ടതിന് ശേഷം 2008 ഞാൻ കാനഡയുടെ പ്രാരംഭകാലത്തുള്ള കത്തോലിക്ക സെൻറ്ററാണ് ക്യൂബക്ക്. ഫ്രഞ്ച് കത്തോലിക്കരാണ് അവിടെ, ഫ്രഞ്ച് മിഷണറിമാരാണ് ഇവിടെ കത്തോലിക്ക വിശ്വാസം കൊണ്ടുവന്നത് 1500 കൊല്ലങ്ങളിലൊക്കെ. അതിൻ്റെ ഒരു പ്രത്യേക ക്യൂബക് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ക്യൂബക് സിറ്റി. അത് ഇന്ന് ഞാൻ പോയി കണ്ടിട്ടുണ്ട് 2008. അവിടെ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വളരെ ആഗ്രഹമായിരുന്നു. അത്ഭുതകരമായി എനിക്ക് അവിടെ ഒരു താമസിക്കാൻ ഒരു വീട് കിട്ടി. അവർ വീട്ടിൽ ചെന്നു. 12-ാം തീയതി അവിടെ ചെന്ന് ഞാൻ അവിടെ 3 മണിക്ക് കരുണയുടെ കൊന്ത, അത് കരുണയുടെ ഭക്തി കൊണ്ടാണ് അത് കിട്ടുന്നതൊക്കെ, അത് കിട്ടി. അവിടെ ഇരുന്ന് പ്രാർത്ഥി വരുമ്പോൾ വീട്ടിലെ മകള്, എനിക്കറിയില്ല അവരെന്താണ് ആരെന്ന് എനിക്കറിയില്ലായിരുന്നു, അവരെന്നെ ക്ഷണിച്ചു. ഞാനവിടെ ചെല്ലുന്നു. ഒരു ഭക്തിയുള്ള കുടുംബമാണെന്ന് മനസ്സിലായി. അവളുടെ അപ്പനും അമ്മ അവിടെ വന്നിട്ടുണ്ട്, അവിടെ ഭർത്താവുണ്ട്, കുട്ടികളൊന്നുമില്ല. അങ്ങനെ ഞാൻ കഴിഞ്ഞപ്പോൾ കരുണയുടെ കൊന്ത ചെല്ലാൻ പറയുകയാണ്, അതെ കുർബാന ചെല്ലാൻ പറഞ്ഞു എന്നോട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. കുർബാന കഴിഞ്ഞ് ചാലിസ് എടുത്തുകൊണ്ട് കാസിയും രക്തം എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ
ആ മകളായ കാതറിൻ പറയാണ്, എൻ്റെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഫാദർ, പ്രേ ഫോർ മൈ മദർ. എന്താ ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് 4 കൊല്ലമായിട്ട് ബ്രസ്റ്റിൽ ക്യാൻസറായിരുന്നു. അത് ചികിത്സ കഴിഞ്ഞിട്ടുണ്ട്, സർജറി കഴിഞ്ഞു എന്ന് തോന്നുന്നു, എനിക്കറിയില്ലായിരുന്നു. ഏതായാലും കീമോ ഭരിക്കുന്നില്ല, അമ്മച്ചി നിരാശയായിട്ട് കഴിയാണ്. ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ അന്തൂർച്ചാണ്ട് പടം ആൾത്താരിൽ വെച്ചു. അത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താ പറയുക, കുർബാന എടുത്തുകൊണ്ട് പ്രാർത്ഥന തുടങ്ങി. ചാലിസും രക്തം അമ്മച്ചിയുടെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അതൊരു നല്ലൊരു ഉള്ളു തുറന്ന പ്രാർത്ഥനയാണ്. കാരണം ആറ്റങ്ങളെ കാണുമ്പോൾ തന്നെ, ആ കുടുംബത്തിൻ്റെ സ്നേഹം കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം കാണുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കമ്പാഷൻ വിത്ത് എ ഫാമിലി ഓർ പീപ്പിൾ വിത്ത് whom I pray. ഞാൻ പിന്നീട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ പറയാം. നമ്മൾ രോഗശാന്തി പ്രാർത്ഥനയിൽ പോകുമ്പോൾ ആ വ്യക്തിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനോട് നമ്മൾ ഉള്ളിൽ ചേരണം. ഒരു കമ്പാഷൻ, ഒരു കമ്പാഷൻ തുടങ്ങണം. എന്നിട്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. പിന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, ഈശോയെ നീയാകുന്നു വൈദ്യന്മാരുടെ വൈദ്യൻ, ഡോക്ടർമാരുടെ ഡോക്ടറും, നിൻ്റെ അമൂല്യമായ രക്തമാണ് പരമപരിശുദ്ധമായ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ എത്ര വലിയ കൊമ്പന്മാരെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈശോ ആണ് സുഖപ്പെടുത്തുന്നത്. മാത്തച്ഛനോ പനക്കലച്ഛനോ ഒന്നല്ല സുഖപ്പെടുത്തുന്നത്. അത് അവർ പറയും. അവർ വളരെ എളിമയുള്ള അച്ഛന്മാരാണ്. അവർ വളരെ സിമ്പിളായിട്ട് പ്രസംഗിക്കും. വലിയ മറ്റുള്ള മക്കന്മാർക്ക് ഭംഗിയായിട്ട് പ്രസംഗിക്കും. പക്ഷേ വരൊന്നും കിട്ടാറില്ല. അത്ഭുതം രോഗമൊന്നും കിട്ടാറില്ല. വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി പഠിച്ച് വലിയ ഡിഗ്രിയൊക്കെ എടുത്ത അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസവമൊക്കെ ഉഗ്രാം, പക്ഷേ അവിടെ ഒരു ആത്മീയമായ ചൈതന്യം ഉണ്ടാവില്ല. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഉള്ളു തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും കുട്ടികളെപ്പോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ പറയുക. ക്രൈ ടു ദ മേഴ്സി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ അമ്മച്ചീനെ മുറിയിൽ കൊണ്ടുപോയതിന് ശേഷം മകൾ പറഞ്ഞു, മേഴ്സി ബെക്കൂഫ് എന്ന് പറഞ്ഞ് താങ്ക് യു ഫാദർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാണ്, അമ്മച്ചി ചിരിക്കണേ വലിയ അത്ഭുതമുണ്ടോ? നിങ്ങൾ ചിരിക്കുമ്പോൾ അത്ഭുതം എന്ന് പറയുമോ? ഇല്ല. അവളെ സംബന്ധിച്ചത് വലിയ കാര്യം. 4 കൊല്ലം അമ്മ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ അങ്ങനെ ഒരു മോളും അവൾ അവിടെ ആങ്ങളിടുന്നുണ്ട്. അവനെ ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ അവിടെ എവിടെയും ഉണ്ട്, മോൺട്രിയാലെന്നുമുണ്ട്. എന്തായാലും വേണ്ടില്ല. അപ്പോൾ ആ അമ്മ ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അപ്പോൾ മകൾ പറയാണ്, ഫാദർ കുർബാന അമ്മച്ചിയുടെ നെഞ്ചത്തും തലയിലും വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മച്ചിയുടെ ശരീരത്തെ എന്തോ ഒഴുകുന്നത് പോലെ, പ്രവഹിക്കുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. തമ്പുരാൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. പിറ്റേത്തെ 14-ാം തീയതി അവിടുത്തെ ഏറ്റവും മനോഹരമായൊരു ഹോസ്പിറ്റലിൽ ഞാൻ അമ്മച്ചി ചെക്കപ്പിന് വന്നതായിരുന്നു, കീമോതെറാപ്പിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് സിറ്റിയൊക്കെ അപ്പച്ചൻ കൊണ്ട് കാണിച്ച് തന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അമ്മച്ചി ഓടി വരികയാണ് ആ കോറിഡോറിൽ കൂടെ, ആ വഴിയിൽ കൂടെ. ഒരു വലിയ ഹോസ്പിറ്റലാണ് ക്യൂബക് സിറ്റിയിൽ. അത് കഴിഞ്ഞ് അവർ ഫ്രഞ്ചുകാർ ചെയ്യുന്ന പണി കവളത്ത് മുത്തലാണ്. മേഴ്സി ബെക്കു എന്നും പറഞ്ഞ് എൻ്റെ കവളത്ത് മുത്തി തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ നേഴ്സുമാർ അവർ പറഞ്ഞു, ഇന്ന് ക്യാൻസർ ഒന്നും കണ്ടില്ല, ബ്ലഡിൽ ക്യാൻസർ കംപ്ലീറ്റ് വിട്ടുപോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ലിവ് സെഞ്ഞർ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ് ഞാൻ കൈ പോക്കൂ. അപ്പോൾ ഈ ഇതുപോലെ തന്നെ കറുത്ത ഉടുപ്പും ഈ മറ്റേ കോളറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ അച്ഛന്മാരും അങ്ങനെ പ്രാർത്ഥിക്കൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. നേഴ്സുമാരൊക്കെ എത്തിച്ചു നോക്കി, മുറിയിൽ കയറി നോക്കി, ധാരി കിടന്ന് ഷൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഓക്കെ താങ്ക് യു. ബാക്കി കാര്യങ്ങൾ പിള്ളേരോട് നേഴ്സുമാരോട് പറഞ്ഞു, യു ടോക്ക് ടു ദിസ് കാതറിൻ, ഹി വിൽ ടെൽ യു വാട്ട് ഈസ് ഹാപ്പനിങ്, ഗോഡ് ബ്ലെസ് യു എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി. ഇപ്പോൾ 15 കൊല്ലമായിട്ട് അമ്മച്ചി സ്വസ്ഥമായി സൗഖ്യമായി ഇരിക്കുകയാണ്. ക്യൂബക് സിറ്റിയിൽ മോൺട്രിയാലിൽ നിന്ന് ഒരു 3-4 മണിക്കൂർ വടക്കോട്ട് പോകണം. അവിടെയാണ് ആ ക്യൂബക് സിറ്റി. അതിൻ്റെ ഉള്ളിൽ അപ്പം പിന്നെ പോയിട്ട് വേണം, ഷിക്കൂട്ടിമേലാണ് അമ്മച്ചിയുടെ വീട്. അവിടെ തുടങ്ങിയതാണ് എൻ്റെ ഈ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വവും എൻ്റെ പ്രിയപ്പെട്ട മധ്യസ്ഥന വിശുദ്ധ അന്തോണിസിനോട് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് അന്തോണിസിൻ്റെ മാധ്യസ്ഥ ശക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഉള്ളുതോന്ന വിശ്വാസവും പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥവും അതിലേറെ വിശുദ്ധ കുർബാനയുള്ള വിശ്വാസവും ഭക്തിയും ആരാധനയും കരുണയുടെ എൻ്റെ മിനിസ്ട്രി അതാണല്ലോ, ഡിവൈൻ മേഴ്സി ഹീലിംഗ് മിനിസ്ട്രി. കരുണയുടെ കൊന്ത ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്കും മറ്റെല്ലാ രോഗികൾക്കും ആശ്വാസം കിട്ടും. മറ്റൊരു കാര്യം, ഞാൻ അമേരിക്ക കാണുന്നൊരു കാര്യം, ഒക്കെ പ്രൈവറ്റാണ്, ആരോട് പറയാൻ പാടില്ല. ഞാനത് പൊട്ടിച്ചു. ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടൊക്കെ പരസ്പരം പ്രാർത്ഥിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് ഇപ്പോഴും പിടിവാശിയാണ്. എങ്കിലും ഞാൻ അവറ്റങ്ങളുടെ സഹതാപത്തിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ 10 ദിവസം അവിടെ പോവുകയാണ്, സൗത്ത് കരോലീനയിൽ. ആരോട് പറയാൻ പാടില്ല.
ക്യാൻസർ ആയാലും രോഗികൾ ആരും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഫലമായിട്ട് ഞാൻ പറയുന്നു, കുടുംബമടക്കം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലുള്ള വികാരച്ചന്മാരോട് പറഞ്ഞ് കുർബാനയ്ക്ക് കൊടുക്കാൻ പറയുക. ചില അച്ഛന്മാർ പ്രാർത്ഥിക്കും. ഇപ്പം എൻ്റെ സ്വന്തം നാട്ടിൽ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട സജു അച്ഛൻ വന്നിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷവും സമാധാനത്തിൽ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നത്. അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി. മതസൗഹാർദ്ദമാണ് അവിടുത്തെ പ്രശ്നം, വേറെ വിശ്വാസവുമില്ല. തോന്നിയാസങ്ങൾ അതൊക്കെ നിർത്താൻ ദൈവം അദ്ദേഹത്തിലൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വൈദികർ പോലും ആരാധനയിലാണ് ശക്തി കാണുക. എവിടെയൊക്കെ കുർബാന ചെയ്ത് നമ്മൾ പാടില്ലേ, രോഗന്മാരും രുക്തന്മാരും പണ്ട് കാലത്ത് കേട്ട പാട്ടാണ്. അന്ന് അത്രയും ഞാൻ ശ്രദ്ധിച്ചില്ല, കേട്ടു പോട്ടെ പോയിട്ടൊക്കെ ഞാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്, കുർബാനയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ നമ്മുടെ കെട്ടുകളും ബാധ്യതകളും കടബാധ്യതകളും മാത്രമല്ല, മനസ്സിലെ കെട്ടുകളും ഭാരങ്ങളും ഉത്കണ്ഠകളും രോഗങ്ങളും മാറും, തകർക്കപ്പെടും. അതിനു വേണ്ടിയാണ് ഈശോ തൻ്റെ സഹനത്തിൻ്റെ അടയാളമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് കൂടി ഞാൻ എടുത്തെടുത്ത് പറയേണ്ടത് നിവൃത്തിയില്ല. ആ ഈശോയാണ് അത്ഭുതം ചെയ്യുന്നത്. അന്തോണിസ് പുണ്യാളിലും മാതാവും ഒക്കെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന മധ്യസ്ഥരാണ് മാത്രമേ ഉള്ളവർ. അവരല്ല സുഖപ്പെടുത്തുന്നത്. മാതാവുമല്ല സുഖപ്പെടുത്തുന്നത്, ഈ ഔസപിതാവുമല്ല, അന്തോണിസ് പുണ്യാളിലല്ല, യൂദാ തേദേവുസും അല്ല. ഈശോയാണ് സുഖപ്പെടുത്തുന്നത് തൻ്റെ രക്തത്തിൻ്റെ യോഗ്യതകളാൽ. ബൈ ഹിസ് വൂണ്ട്, അവിടുത്തെ തിരുമുറിവുകളാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടു എന്ന് അപ്പസ്തോലൻ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസെ പറയുകയാണ്. 1 ലേഖനം 2 അധ്യായം 24 വചനത്തിൽ പറയുന്നു, അവിടുത്തെ രക്തത്താൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടു. അപ്പോൾ ഈശോയുടെ രക്തം കൊണ്ടാണ്, രക്തം ചിരിയത് കൊണ്ടാണ്, ആ രക്തത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, വിശുദ്ധ കുർബാനയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമുക്ക് സൗഖ്യവും ആശ്വാസവും വിശ്രമവും ഒക്കെ നൽകുന്നത്. അവരുടെ മുമ്പിൽ പറയാൻ നമ്മളെക്കാൾ യോഗ്യത ഈ പറയുന്ന നമ്മുടെ അന്തോണിസ് പുണ്യാളൻ ഈ പടം കാണിക്കുകയാണ്. അന്തോണിസ് പുണ്യാളനും ഈശോ കരങ്ങൾ വഹിക്കാൻ കരങ്ങൾ ലഭിച്ച വളരെ നിഷ്കളങ്കനായ ത്യാഗശീലനായ സന്യാസിയായിരുന്നു അസീസി പുണ്യാളനോടൊപ്പം ഉണ്ടായിരുന്ന പുണ്യവാളൻ. 1250 ഇടയ്ക്കാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലേക്ക് ഈശോ എഴുന്നേൽ വന്നു എന്ന് പറയാം. അത്രയും സ്നേഹമായിരുന്നു അന്തോണിസ് പുണ്യാളനോട് ഈശോയ്ക്ക് അത്രമാത്രം സമർപ്പിച്ച ഒരു പുണ്യവാളനാണ് നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ഇത് കേൾക്കുന്ന മക്കൾ, ഞാനതിന് ഇംഗ്ലീഷിലേക്ക് മാറ്റും. ഇപ്പോൾ തൽക്കാലം ഞാൻ മലയാളത്തിൽ ഈ പ്രസംഗം വിടുകയാണ്. കേൾക്കുന്ന മക്കൾ നിങ്ങളുടെ മക്കളോട്, പേരമക്കളോട്, യുവജനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ സത്യങ്ങൾ കേൾപ്പിക്കുക. മലയാളം കേൾക്കാനും ആൾക്കാർക്ക് അറിയാം, വായിക്കാൻ അറിഞ്ഞില്ലെങ്കിലും അമേരിക്കയിലും കാനഡയിലോ യൂറോപ്പിലോ യുകെയിലോ എവിടേക്കുള്ളവർക്കൊക്കെ കൽപ്പിക്കണം. അങ്ങനെ ആ കുർബാനയുള്ള ഭക്തി, കരുണയോടെയുള്ള ഭക്തി, ദൈവകരുണയോടെയുള്ള വിശ്വാസം, വിശുദ്ധ അന്തോണിസ് വിശുദ്ധ പരിശുദ്ധ മാതാവിനുള്ള സ്നേഹവും മാധ്യസ്ഥവും അവർ തേടട്ടെ. കൂട്ടുകാരേക്കാളും വലിയ കൂട്ടുകാരനാണ് അന്തോണിസ് പുണ്യാളൻ സ്വർഗത്തിൽ. ഈ നാട്ടിലെ കൂട്ടുകാരൊക്കെ നമ്മൾ ചതിക്കും വഞ്ചിക്കും മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുക. എത്ര വലിയ കൊമ്പന്മാരായിട്ട് എത്ര വലിയ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരായിരുന്നെങ്കിലും. അതുകൊണ്ട് ഈശോയുടെ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. By his wounds, by the blood coming from his heart, you are already healed. 1 പത്രോസ് 2 അധ്യായം 24 വചനം. Praise the Lord.